ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചിരിക്കുകയാണ്. നിഫ്റ്റിയിലും സെൻസെക്സിലും നേരിയ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിൽ 30 പോയിന്റ് നഷ്ടത്തോടു കൂടി 23,259 വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആയിരുന്നു ഇന്ന് മിക്കവാറും മാർക്കറ്റിലുണ്ടായിരുന്നത്. അതേസമയം ഇന്ന് അവസാന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ അവസാനത്തെ ഒരു മണിക്കൂറിൽ ആണ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. പ്രത്യേകമായിട്ടും ഇന്ന് വൈകുന്നേരം നടക്കുന്ന ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ പോർട്ട്ഫോളിയോ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ചില സൂചനകൾ മോദി ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പുതിയ മോദി ഗവൺമെൻറ്റിൻ്റെ സൂചനകൾ അല്ലെങ്കിൽ അവരുടെ കോർ ഓഫ് ആക്ഷൻ എങ്ങോട്ടായിരിക്കും എന്നുള്ള ചെറിയ വിശകലനങ്ങൾ കിട്ടിത്തുടങ്ങി എന്ന് മാർക്കറ്റ് വിചാരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ടർ സ്പെസിഫിക് ആയിട്ടും ഉള്ള ചില മൊമെൻറ്റുകൾ ഇന്ന് കാണുകയുണ്ടായി. അതിലൊക്കെ തന്നെ വിശദമായിട്ട് വരാം. അതിലേക്ക് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിനും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസസിനുമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയാണ് ഞങ്ങൾ ഈ സേവനം നടത്തുന്നത്. അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ 23,259 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള ക്ലോസിംഗ് എന്ന് പറയാൻ സാധിക്കില്ല. നിഫ്റ്റി പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണ് ഞങ്ങൾ ഇന്നലെ വീക്കിലി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ടുള്ളത്. 22,950 to 23,000 റേഞ്ചിലാണ് നിഫ്റ്റിക്ക് അടുത്ത സപ്പോർട്ട് സോണായിട്ടുള്ളത്. ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന നിലയിൽ 23,000 ആവാം. അതുപോലെ തന്നെ നിഫ്റ്റി നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോണെന്ന് പറയുന്നത് 23,450 to 23,500 തന്നെയാണ്. ഇത് തന്നെയാണ് നാളത്തെ ട്രേഡിലും നിഫ്റ്റിക്ക് പ്രധാനമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് വർത്തിക്കാൻ സാധ്യത. അതുപോലെ തന്നെ FIS DIS ഫിഗേഴ്സ് ഇന്നത്തെ ഫിഗേഴ്സ് അപ്ഡേറ്റഡ് ആയിട്ടില്ല. എങ്കിലും എത്രമാത്രം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് ക്യാഷ് ബൈയിങ് നടത്തിയിട്ടുണ്ടെന്ന് വേണം കാണാൻ. അതുകൂടി നിഫ്റ്റിയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതിനൊക്കെ പുറമെ ഇന്ന് വൈകുന്നേരം നടക്കാനിരിക്കുന്ന ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് അല്ലെങ്കിൽ ആദ്യ മന്ത്രിസഭാ യോഗം, അതിൽ പോർട്ട്ഫോളിയോ അലോക്കേഷൻ വരുന്നത് മാർക്കറ്റ് വളരെ ആശ്ചര്യത്തോടുകൂടി കാത്തിരിക്കുന്നതാണ്. ആർക്കാണ് പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോസ് ആയിട്ടുള്ള ഫിനാൻസ്, വിദേശകാര്യം, എക്സ്റ്റേണൽ അഫെയർസ്, അതുപോലെ തന്നെ കൊമേഴ്സ്, റെയിൽവേ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അലോക്കേഷൻസ് മാർക്കറ്റ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നു. അതിന് പുറമെ ചില കാര്യങ്ങൾ മാർക്കറ്റിൽ വളരെ കോൺഷ്യസ് ആവേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ വരികയുണ്ടായി. കഴിഞ്ഞ ആഴ്ച RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ്, അതിൽ റേറ്റ് ഹൈക്കൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അതിന് വലിയ രീതിയിലൊന്നും എക്സൈറ്റഡ് ആയിരുന്നില്ല. ഒരു പ്രധാനമായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതും റേറ്റ് അൺചേഞ്ച്ഡ് ആയിരിക്കുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ മാർക്കറ്റ് എടുത്തതുപോലെയല്ല കാര്യങ്ങൾ. RBIയുടെ മെയ് മാസത്തെ സർവേ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ചില സൂചനകൾ നൽകുന്നു. അതായത് ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ പ്രഷർ വളരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ കൺസ്യൂമർ സ്പെൻഡിങ് ഡാറ്റ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രിഫറൻസ് ഡാറ്റാസ് കാണിക്കുന്നത് അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലായിരുന്നു മറ്റും ഉണ്ടായിരുന്നത്. ഡിമാൻഡ് ഇല്ല, അവിടെ സ്പെൻഡിങ് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കമ്പനികൾ ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ പല FMCG കമ്പനികളും റൂറൽ ഡിമാൻഡ് കുറവായതുകൊണ്ട് തന്നെ അവരുടെ ലാഭത്തിലും അവരുടെ സെയിൽസിലും ഒക്കെ തന്നെ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ വരുന്ന പ്രധാന പ്രശ്നം ആ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ് ഇല്ലായ്മ അല്ലെങ്കിൽ ഗ്രോത്ത് കുറവ് അർബൻ ഏരിയയിലും റിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അവർ പറയുന്നത് അർബൻ ഏരിയയിലും എംപ്ലോയ്മെൻറ്റിനെ ചൊല്ലിയും ആൾക്കാർക്ക് കൺസേൺ ആയിട്ടുണ്ട്. ഈവൺ അവർ സ്റ്റേബിളായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ടെങ്കിലും അത് തുടർന്ന് എത്രമാത്രം പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ RBIയുടെ സർവേയിൽ പറഞ്ഞിരിക്കുന്ന കൂടുതൽ ആൾക്കാരും അർബൻ ഏരിയയിലും ഡിമാൻഡ് സ്റ്റെബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇനി വരുന്ന സമയങ്ങളിൽ. അതുപോലെ തന്നെ അടുത്ത ഒരു വർഷം ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിലക്കയറ്റം, പണപ്പെരുപ്പം എന്ന് പറയുന്ന എഫക്റ്റ് കുറച്ച് കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ലോകത്തിലെ ഫുഡ് ഇൻഫ്ലേഷൻ റേറ്റും RBI വിശദീകരിക്കുന്നു. അതും കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ നവംബറിന് മുകളിലേക്കുള്ള റേറ്റിലേക്ക് ലോക അല്ലെങ്കിൽ ആഗോള ഫുഡ് ഇൻഫ്ലേഷൻ മാറിയിരിക്കുന്നു. ഇത് വരുന്ന വർഷം പ്രത്യേകിച്ചും വെജിറ്റബിൾ ഓയിൽ, പൾസസ്, ധാന്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ പ്രൈസ് വർദ്ധിച്ചു വരുന്നു. ഇത് ഇന്ത്യയിലും അതിൻ്റെ ഒരു ഇഫക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഓൾ ടുഗെദർ അടുത്ത ഒരു വർഷത്തേക്ക് ഇൻഫ്ലേഷൻ ഇന്ത്യയിലേക്ക് കൂടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടാണ് RBIയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ റേറ്റ് താഴോട്ട് വെച്ചുകൊണ്ട് അതിനെ നേരിടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഒരു അക്കോമഡേറ്റീവ് സ്റ്റാൻഡിൽ ഇപ്പോഴും RBI നിൽക്കുന്നത്. വരുന്ന സമയങ്ങളിൽ ഇനി ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ പിന്നീട് റേറ്റിൻ്റെ ഇഷ്യൂസ് വീണ്ടും വരാം. അതുകൊണ്ട് ഇപ്പോൾ ഒരു അക്കോമഡേറ്റീവ് സ്റ്റാൻഡ് എന്ന രീതിയിലാണ് RBI മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കോൺഷ്യസ് ആവേണ്ടതായിട്ടുള്ളൊരു സംഭവം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ
സമയങ്ങളിൽ മാർക്കറ്റ് ചിലപ്പോൾ അതിനോട് പ്രതികരിച്ചേക്കാം. പക്ഷേ ഇതിപ്പോൾ മാർക്കറ്റിൽ വലിയ ചർച്ചാ വിഷയമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായിട്ട് ഇപ്പോൾ ഇന്നലെ മോദി സർക്കാർ അധികാരത്തിലേറ്റിരിക്കുന്നു. അതിനുശേഷം ആദ്യമായിട്ട് അവർ ചെയ്തത് ഒരു കാര്യം ഫാമേഴ്സിൻ്റെ വേണ്ടിയിട്ടൊരു കർഷക നിധി രൂപീകരിച്ചിരിക്കുന്നു. അതിൽ 20,000 കോടി രൂപ ആദ്യമായിട്ട് അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മാർക്കറ്റിനെ ഇന്ന് കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ കൊടുക്കുകയാണ്. അതായത് എങ്ങനെയായിരിക്കും അടുത്ത സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത്. അതിൽ ഗ്രാമവും അല്ലെങ്കിൽ റൂറൽ സ്പെൻഡിങ്ങും അല്ലെങ്കിൽ ഫാമേഴ്സ് ബേസ്ഡ് കർഷകരെ ഊന്നിക്കൊണ്ടും ഗ്രാമങ്ങളെ ഊന്നിക്കൊണ്ടുമുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും കൂടുതലായിട്ടും ഫോക്കസിലേക്ക് വരാൻ സാധ്യത എന്നാണ് മാർക്കറ്റ് അനുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 20,000 കോടി രൂപയുടെ കർഷക നിധി കിസാൻ കൃഷി വികാസ് നിധി വരുന്നതോടുകൂടി ഫെർട്ടിലൈസർ സെക്ടറുകളിലും റൂറൽ ഏരിയാസ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പല ഏരിയകളിലും ഇന്ന് ബൈയിങ് വന്നത്. അതായത് ഫെർട്ടിലൈസർ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നത് റൂറൽ ഏരിയ അതുപോലെ തന്നെ ഫാമേഴ്സ് ആയിരിക്കും മൂന്നാം മോദി ഗവൺമെൻറ്റിൻ്റെ പ്രധാന ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വികാസ് യോജന, അതായത് ഈ ആവാസ് യോജന പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, സിമൻ്റ് അടക്കമുള്ള ഓഹരികളിൽ ഇന്ന് ബൈയിങ് ദൃശ്യമായിരുന്നു. റൂറൽ എക്കോണമി മൺസൂൺ പതുക്കെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. വളരെ പതുക്കെ അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പല റേറ്റിംഗ് ഏജൻസികളും, അതായത് കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികളും കാലാവസ്ഥാ പ്രഡിക്ഷൻ ഏജൻസികളും പറയുന്നത് ആവറേജിൽ കൂടുതൽ മൺസൂൺ ഇന്ത്യയിൽ ലഭിക്കുമെന്നുള്ളതാണ്. ഇത് കൂടുതലായിട്ടും ഇന്ത്യയിലെ റൂറൽ എക്കോണമി, റൂറൽ സ്പെൻഡിങ്ങിനെ കൂടുതലായിട്ടും മുന്നോട്ട് കൊണ്ടുവരും. അത് ഭാഗമായിട്ട് കൺസ്യൂമർ സ്പെൻഡിങ് റൂറൽ ഏരിയയിൽ കൂടാനുള്ള ഒരു കാരണം കൂടിയായിരിക്കും ഈ മൺസൂൺ വർധനവെന്നാണ് കാണുന്നത്. സോ അതുപോലെ തന്നെ കൺസംഷൻ തീം ഇൻ മാർക്കറ്റിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ സ്പെൻഡിങ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കൺസ്യൂമർ സ്പെൻഡിങ് എന്ന് പറയുന്ന ഒരു തീമായിരിക്കും, FMCG അടക്കമുള്ള തീമായിരിക്കും കൂടുതലായിട്ടും പ്ലേ ചെയ്യാൻ സാധ്യത. അതിന് പുറമെ ഫെർട്ടിലൈസർ സെക്ടറുകളിലും ഇന്ന് നല്ല രീതിയിലുള്ള ബൈയിങ് ദൃശ്യമായിരുന്നു. ഫെർട്ടിലൈസർ സെക്ടറുകളിലെ കർഷകർക്ക് കൂടുതൽ ഇളവുകൾ ഇനിയിപ്പോൾ 1-1.5 മാസം കൊണ്ട് ഗവൺമെൻറ് പൂർണ്ണമായിട്ടൊരു ബജറ്റിലേക്ക് കടക്കും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ബജറ്റിലായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത ഫോക്കസ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലായിട്ടും ഗ്രാമങ്ങളെയും പ്രത്യേകിച്ചും സഖ്യകക്ഷികളുള്ളത് കൊണ്ട് തന്നെ പല സഖ്യകക്ഷികളും ഈ റൂറൽ ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് തന്നെ ഇതുവരെ ഗവൺമെൻറ് ചെയ്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടി പ്രൊഡക്റ്റീവ് അസറ്റുകൾ കൂട്ടുക എന്നുള്ള ഒരു കൺസെപ്ഷനായിരുന്നു രണ്ടാം മോദി സർക്കാരിൻ്റെ പ്രധാന ഉന്നമനം. PSUകളിലും മറ്റും അവരുടെ പ്രൊഡക്റ്റീവ് അസറ്റുകൾ കൂട്ടിക്കൊണ്ട് GDP പെർ ക്യാപിറ്റൽ മീൻസ് GDP ടു ഡെറ്റ് റേഷ്യോ കുറക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള ഒരു വെൽഫെയർ മെഷറിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നോട്ടമായിരിക്കുമെന്നാണ് മാർക്കറ്റ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആഗ്രോ കെമിക്കൽ സെക്ടർ ആയാലും ശരി, ഫെർട്ടിലൈസർ സെക്ടർ ആയാലും ശരി, ധനുക അഗ്രീസ്, അതുപോലത്തെ ധനുക അഗ്രി ടെക്, റാലീസ് പോലുള്ള ഓഹരികളിലൊക്കെ തന്നെ ഇന്ന് ഒരു പോസിറ്റീവ് ന്യൂസ് കണ്ടു. ഇന്ന് വൈകുന്നേരം നടക്കാനിരിക്കുന്ന ആദ്യ മന്ത്രിസഭാ യോഗം, അതിനനുബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൻ്റെ ഔട്ട്കം, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ, മന്ത്രിമാർക്ക് അലോക്കേറ്റ് ചെയ്ത പോർട്ട്ഫോളിയോ വളരെ പ്രധാനമായിട്ടും മാർക്കറ്റ് ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രണ്ടാമതായിട്ട് സിമെൻറ്റ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഓഹരികളിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം കണ്ടു. പ്രധാനമായിട്ടും അതിനുള്ള 2-3 കാരണങ്ങളാണ്. അതിലൊന്ന്, ഇന്ന് വൈകുന്നേരം നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൻ്റെ ഭാഗമായിട്ട് PM ആവാസ് യോജന പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് റൂറൽ ഏരിയയിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസുകൾ കൂടുതൽ നടക്കാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും സിമൻ്റ് അടക്കമുള്ള ബിൽഡിംഗ് നിർമ്മാണ സാമഗ്രികളുടെ ഡിമാൻഡിൽ വർധനവുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഒരു കാരണമായിട്ട് ഇന്ന് സിമൻറ്റ് സെക്ടറിൽ കാണാൻ സാധിച്ചത്. രണ്ടാമത്തൊരു കാര്യം, വീണ്ടും അതായത് നോർത്ത് ഇന്ത്യയിൽ മൺസൂണിന് മുമ്പായിട്ട് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് മുടങ്ങിക്കിടന്നതൊക്കെ തന്നെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൺസൂണിന് മുന്നോടിയായിട്ട് ഈ ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് തീർക്കാനുള്ള തന്ത്രപ്പാടിലാണ് പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡേഴ്സൊക്കെ ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് സിമെൻറ്റിൻ്റെ ഡിമാൻഡിനെ വളരെയേറെ വർദ്ധിച്ചു വരുന്നു. കാരണം സിമെൻറ്റിന് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഡിമാൻഡ് കുറവായിരുന്നു. പ്രത്യേകിച്ചും ഇലക്ഷൻ സമയങ്ങളിൽ ലേബർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പണികൾ മിക്കവാറും മുടങ്ങിക്കിടക്കുകയായിരുന്നു നിർമ്മാണ മേഖലയിൽ. അതിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്ന സിമെൻറ്റിന് പെട്ടെന്ന് ഡിമാൻഡ് കൂടി, ലേബർ ഷോർട്ടേജ് ഇപ്പോൾ ലേബർ വന്നു തുടങ്ങി. ചൂടായത് കാരണം, പല കാരണങ്ങൾ കാരണം ലേബർ ഷോർട്ടേജ് ആയാലും ചൂടായാലും ഇലക്ഷൻ ആയതുകൊണ്ടും തന്നെ പല പ്രവർത്തനങ്ങളും മുടങ്ങിക്കിടക്കുകയായിരുന്നു. അതിൽ നിന്നും ഒരു ചെറിയൊരു തിരിച്ചുവരവ് ഈ ഒരു നിർമ്മാണ തൊഴിലാളി രംഗത്ത് വന്നിരിക്കുന്നു. തൊഴിലാളികൾ തിരിച്ചു വന്നു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡ് സിമെൻറ്റിന് വീണ്ടും കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്.
അതുപോലെ തന്നെ പ്രൈസ് റൈസ് പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയിൽ ഏകദേശം 30 രൂപ വെച്ചിട്ട് 30 മുതൽ 40 രൂപ വരെ 50 രൂപ വരെ ഒരു പാക്കറ്റ് സിമൻറ്റിന് കൂടിയിട്ടുണ്ട്. ഹൈദരാബാദ് നോക്കിക്കഴിഞ്ഞാലും 30 മുതൽ 40 രൂപ വരെ ഒരു പാക്കറ്റ് ഒരു ചാക്ക് സിമൻറ്റിന് കൂടിയിട്ടായി കാണുന്നു. നാഗ്പൂരിലും 15 മുതൽ 20 രൂപ വരെയും കൽക്കട്ടയിൽ 10 രൂപ മുതൽ 20 രൂപ വരെയും ഒരു ചാക്ക് സിമൻറ്റിന് കൂട്ടിയതായിട്ടും കമ്പനികൾ അവകാശപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും റവന്യൂ കൂടുന്നു, പ്രോഫിറ്റിൽ വർധനവുണ്ടാകും. ഇതും ഒരു സിമെൻറ്റ് സെക്ടറിൽ ഒരു പോസിറ്റീവ്നെസ് കൊണ്ടുവന്നു. ഓൾ ടുഗെദർ സിമെൻറ്റ് പാക്ക് നോക്കിക്കഴിഞ്ഞാൽ അംബുജ അതുപോലെ തന്നെ അൾട്രാടെക് അടക്കമുള്ള ഓഹരികളിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഇന്ന് ദൃശ്യമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അൾട്രാടെക്കും അംബുജയുമാണ് നമ്മുടെ ഫേവറേറ്റ് പിക്കിലുള്ളത്. അൾട്രാടെക് ഇന്നും 10,800 മുകളിലേക്ക് വരികയുണ്ടായി. അടുത്ത ഷോർട്ട് ടേമിലേക്ക് അൾട്രാടെക്കിന് 12,000 രൂപ വരെ എനിക്ക് മുന്നേറ്റം കാണാൻ സാധ്യതയുണ്ടെന്നുള്ള അനുമാനമാണ് എനിക്കുള്ളത്. അത് 10,000 രൂപ 10,200 രൂപ സ്റ്റോപ്പ് ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അൾട്രാടെക്കിൽ വേണമെങ്കിൽ പൊസിഷൻസ് വരെ എടുക്കാമായിരിക്കാം. 12,000 രൂപയാണ് അൾട്രാടെക്കിന് ഒരു ഷോർട്ട് ടേമിൽ 6 to 8 months ടാർഗറ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ അംബുജ സിമെൻറ്റ്, നമ്മുടെ എവർഗ്രീൻ ഫേവറേറ്റ് ആയിട്ടുള്ള അംബുജ സിമെൻറ്റ് നല്ല രീതിയിലുള്ള റിട്ടേൺ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ സിമെൻറ്റ് സെക്ടർ ആ ഒരു രീതിയിൽ ഇന്ന് വളരെ ലൈം ലൈറ്റിലായിരുന്നു എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി MGL ആണ്. മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് എന്ന് പറയുന്ന MGL ആണ് ഇന്ന് പ്രധാനപ്പെട്ട ഫോക്കസിലുണ്ടായിരുന്ന ഒരു കമ്പനി. ഈ ഒരു കമ്പനിയുടെ അനലിസ്റ്റ് മീറ്റിന് ശേഷം കമ്പനിയുടെ ചില പ്രഖ്യാപനങ്ങളാണ് ഇന്ന് ബൈയിങ് ഇൻട്രസ്റ്റ് കൃത്യമായിട്ടും വരാൻ കാരണമെന്ന് തോന്നുന്നു. 2025 ഏകദേശം 6 മുതൽ 7% വരെ വോളിയം ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ കമ്പനി UPEL എന്ന് പറയുന്ന ഒരു കമ്പനിയെ അക്വയർ ചെയ്യുകയുണ്ടായി. അതിൻ്റെ 10% അതിൻ്റെ അക്വയർ ചെയ്യുകയും കമ്പനിയുടെ വോളിയത്തിൽ അത് 10% വർദ്ധിക്കാൻ ഈ ഒരു എക്വസിഷൻ കാരണമായുമെന്നാണ് കമ്പനി പറയുന്നത്. UPEL എന്ന് പറയുന്നത് അശോക ബിൽഡിക്കോണിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയായിരുന്നു. അടുത്ത ഒരു വർഷം 1-2 വർഷം കൊണ്ട് LNG ട്രാൻസ്പോർട്ടേഷൻ വളരെയേറെ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ GST, നാച്ചുറൽ ഗ്യാസ് GSTയുടെ അടിയിൽ കൊണ്ടുവരാനുള്ള സാധ്യതകൾ കാണുന്നു. അങ്ങനെ വരികയാണെങ്കിൽ കമ്പനിയുടെ ബെനിഫിറ്റ് ആയിരിക്കും എന്നുള്ള അവകാശവാദമാണ് കമ്പനിക്കുള്ളത്. 10,000 കോടി രൂപയുടെ റവന്യൂ ആണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. 2025 1000 കോടി രൂപ കാപ്പെക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് നീക്കിവെക്കാനും കപ്പാസിറ്റി എഡിക്ഷന് വേണ്ടി ഉപയോഗിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ 200 കോടി രൂപയും അവർ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് UPEL ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ 90ഓളം CNG ഫ്യൂൽ സ്റ്റേഷൻസ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ള വാർത്തയും കമ്പനി പുറത്തുവിടുകയുണ്ടായി. PNGയിലും CNGയിലും മാത്രമല്ല PNGയിലും കമ്പനി ഫോക്കസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പല ബ്രോക്കിംഗ് ഫേമുകളും ഇന്ന് MGL ഈ ഒരു അനലിസ്റ്റ് മീറ്റിന് ശേഷം MGLനെ അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതുള്ളത് ഒന്ന് ജെഫ്രിയാണ്. ജെഫ്രി പറയുന്ന MGLന് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് 1,600 ആണ്. UBSൻ്റെ റിപ്പോർട്ട് പ്രകാരം UBS MGLന് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് 1,600 ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രോക്കിംഗ് ഫേമായിട്ടുള്ള മോത്തിലാൽ ഒസ്വാൾ 1,565 രൂപയാണ് MGL മഹാനഗർ ഗ്യാസ് ലിമിറ്റഡിന് കൊടുത്തിരിക്കുന്നത്. സോ ഗ്യാസ് സെഗ്മെൻറ്റിൽ നിന്നും MGLന് വളരെ കാലത്തിന് ശേഷം വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ഗെയിലുമായിട്ട് ബന്ധപ്പെട്ടാണ്. മധ്യപ്രദേശിൽ ഗെയിലിൻ്റെ ഒരു പുതിയ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള വാർത്തകളാണ് വന്നത്. അതിൽ പ്രധാനമായിട്ടും 1,500 KTA ഈഥെയിൻ ക്രാക്കർ പ്രൊജക്റ്റാണ് കമ്പനി ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ഇതിനായിട്ട് 60,000 കോടി രൂപയാണ് കമ്പനി വകവയ്ക്കാൻ പോകുന്നതെന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു പ്ലാന്റ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗെയിലിനെ സംബന്ധിച്ച് വളരെയേറെ മുന്നേറ്റമായിരിക്കും. ഗെയിൽ ഒരു റീറേറ്റിംഗ് കാൻഡിഡേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് വിശദീകരണം. കൂടുതൽ കമ്പനി അതിൻ്റെ വിശദമായിട്ടുള്ള വിശദാംശങ്ങൾ എക്സ്ചേഞ്ചിന് ഫയൽ ചെയ്യുന്നതേ ഉള്ളൂ. അതിനുശേഷം മറ്റൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അവതരിപ്പിക്കാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകളായിട്ട് ഇത് വന്നത്. സോ ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സിലും ഇന്നൊരു ബൈയിങ് ആയിരുന്നു. പ്രധാനമായിട്ടും ഇന്നത്തെ പ്രധാന ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫാക്ട് പോലുള്ള കമ്പനി, ഫാക്ടിൽ ഇന്ന് 14.6% വർധനവും, ടിറ്റികാട്ട് വാഗൻ 11.6%, RCF, നിക്കാൽ പോലുള്ള പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ തന്നെ ഇന്ന് ഒരു 8 മുതൽ 12% ഗ്രോത്ത് കാണുകയുണ്ടായി. അതേസമയം ഇന്ന് ഒരു പ്രധാനപ്പെട്ട ബ്ലോക്ക് ഡീൽ വഴി ലോസ് നടന്നത് IRB ഇൻഫ്രയാണ്. IRB ഇൻഫ, പുനാവാല ഫിൻകോപ്പ്, സുസ്ലോൺ, കൊഫോർജ്, VEDL, അതായത് വേദാന്ത പോലുള്ള ഓഹരികളിൽ നിന്ന് പ്രധാനപ്പെട്ട പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എനിക്ക് തോന്നുന്നു മാർക്കറ്റ് കുറച്ച് ദിവസം കൂടി ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകാനും ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിനുമുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇലക്ഷനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു പോർട്ട്ഫോളിയോ അലോക്കേഷൻ അടുത്ത പ്രധാനപ്പെട്ട ഇന്ത്യൻ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റ് തന്നെയാണ്. ഒരു 1.5 മാസം കൊണ്ട് ബഡ്ജറ്റ് പ്രഖ്യാപിക്കാൻ സാധ്യത. അതിൽ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഭയക്കുന്ന ടാക്സുകളോ മറ്റോ കൂട്ടുകയോ എന്നുള്ള ഭയമൊക്കെ ഓൾറെഡി ഓഹരി വിപണിയിലുണ്ട്.
അതിന് പുറമെ ഈ പറയുന്ന ഫാമേഴ്സിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റാണോ ഇൻഡസ്ട്രീസിന് ഫേവറബിൾ ആയിട്ടാണോ എന്നുള്ളത് ഒരു പ്രഖ്യാപനമാണ്. പല പ്രഖ്യാപനങ്ങളും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഒരു ഫോക്കസിലുള്ള കാര്യമാണ്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും അമേരിക്കൻ മാർക്കറ്റിനനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ളതായിട്ടും കാണുന്നു. ഈ ആഴ്ച ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് ബുധനാഴ്ചയുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് അനൗൺസ്മെൻ്റ് ഉണ്ട്. അത് വ്യാഴാഴ്ച മാർക്കറ്റിൽ പ്രതിഫലിക്കും. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമുള്ള മാർക്കറ്റിൽ കുറച്ചുകൂടി നമ്മൾ കോൺഷ്യസ് ആവേണ്ടതായിട്ടുണ്ട്. കുറച്ച് രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് മാറി നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇനി ഇലക്ഷന് ശേഷം വന്നിരിക്കുന്ന റാലി വീണ്ടും അപ്സൈഡിലേക്ക് വന്നു. ചെറിയ പ്രോഫിറ്റൊക്കെ ബുക്കി മാറി ചെയ്യാം. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിനും അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റിനും വിധേയമായിട്ടായിരിക്കും മാർക്കറ്റിനെ മൂവ് എന്നുള്ളതാണ്. കാരണം ആ ഒരു വലിയൊരു ഇവൻ്റ് ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്ന മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഇനി പുതിയ ഇവൻറ്റുകൾക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് കാത്തിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. നമ്മുടെ വീക്ക്ലി സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിരുന്നു ജൂപ്പിറ്റർ വാഗൺ. ഇന്ന് ജൂപ്പിറ്റർ വാഗണിന് ചെറിയ രീതിയിൽ മൂവ്മെൻറ്റ് കണ്ടു. നമ്മൾ 620 വരെ പോവുകയുണ്ടായി. സോ എനിക്ക് തോന്നുന്നു 670 680 വരെയൊക്കെ അല്ലെങ്കിൽ 640 650 വരെയൊക്കെ പോകാനുള്ള കപ്പാസിറ്റി ജൂപ്പിറ്റർ വാഗൺ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് വിശദമായിട്ട് റിസർച്ച് നോട്ട്സ് ഞാൻ ഇന്നത്തെ വീക്ക്ലി വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. സോ അത് കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണുക, സ്റ്റോക്കിനെ കുറിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സിനോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് അതിനെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ നിങ്ങളിത് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാം. അതിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.